ചോദിക്കുവാറുണ്ട്, ഇത് ജീവിതകാലം മുഴുവൻ കഴിക്കണോ എന്ന്. നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഡോക്ടർ ആതിര IAS. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്കോ ഭാര്യമാർക്കോ സഹോദരിമാർക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ഉറപ്പായിട്ടുമുള്ള ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ്. എന്നാൽ പലരും ഇത് മനസ്സിലാക്കുന്നുമില്ല. അതാണ് തൈറോയിഡ്. പലരും വിചാരിച്ചിരിക്കുന്നത് തൈറോയിഡ് എന്നാൽ ഒരു രോഗമാണെന്നാണ്. എന്നാൽ സത്യത്തിൽ തൈറോയിഡ് ഒരു രോഗമല്ല. നമ്മുടെ തൊണ്ടയുടെ മുൻഭാഗത്ത് കാണുന്ന ഒരു ചെറിയ ഗ്രന്ഥിയാണ് ഈ തൈറോയിഡ്. ശലഭത്തിന്റെ ആകൃതിയിലുള്ള ഒരു കൊച്ചു ഗ്രന്ഥി. ഇവ നമ്മുടെ ശരീരത്തിൽ ഒരു റിമോട്ട് കൺട്രോൾ പോലെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ സ്ത്രീകളിൽ തൈറോയിഡ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതിന്റെ ലക്ഷണങ്ങൾ, എന്തുകൊണ്ട് ഇത് വരുന്നു, എന്തൊക്കെ ടെസ്റ്റ് ചെയ്താലാണ് തൈറോയിഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക, ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെയാണ്. വീഡിയോ മുഴുവനായി കാണുക, കാരണം നിങ്ങൾക്കുള്ള പല സംശയങ്ങളുടെ മറുപടി ഈ വീഡിയോയിലുണ്ട്. നമുക്ക് ആദ്യം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാം. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് T3, T4 എന്നിവ. അതായത് നമ്മളുടെ ശരീരത്തിലെ മെറ്റബോളിസം. ലളിതമായി പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഊർജമായി മാറുന്ന പ്രക്രിയ നിയന്ത്രിക്കുന്നത് ഈ ഹോർമോണുകളാണ്. ഈ ഹോർമോണിന്റെ അളവിൽ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് തൈറോയ്ഡ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇത് പ്രധാനമായും 2 തരത്തിലുണ്ട്: ഹൈപ്പർ തൈറോയിഡും ഹൈപ്പോ തൈറോയിഡിസം. നമുക്ക് എന്താണ് ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഹൈപ്പോ തൈറോയിഡിസത്തെ കുറിച്ച് സംസാരിക്കാം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥി ആവശ്യത്തിന് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സ്ലോ ആക്കും ഇത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം ശരീരഭാരം കൂടുക. ഞാൻ വലുതായിട്ട് ആഹാരങ്ങളൊന്നും കഴിക്കാറില്ല, പക്ഷേ ഞാൻ വണ്ണം വെക്കുകയാണ് എന്ന് പല സ്ത്രീകളും പരാതി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മെറ്റബോളിസം കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. രണ്ടാമത്തെ ലക്ഷണം അമിതമായ ക്ഷീണമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒട്ടും എനർജി ഇല്ലാത്ത ഒരവസ്ഥ, എപ്പോഴും ഉറക്കം തൂങ്ങുക. മൂന്നാമത്തെ ലക്ഷണം മുടി കൊഴിച്ചിലും വരണ്ട ചർമ്മവും. മുടി അമിതമായി കൊഴിയുക, ചർമ്മം വല്ലാണ്ട് വരണ്ടു പോവുക, നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോവുക. നാലാമത്തെ ലക്ഷണം അസഹ്യമായ തണുപ്പ്. മറ്റുള്ളവർക്ക് സാധാരണ അന്തരീക്ഷമായിരിക്കുമ്പോൾ പോലും ഹൈപ്പോതൈറോയ്ഡ് ഉള്ള ഒരാൾക്ക് കഠിനമായ തണുപ്പ് അനുഭവപ്പെടും. അഞ്ചാമത്തെ ലക്ഷണം മലബന്ധം. ദഹന പ്രക്രിയ മന്ദഗതിയിലാക്കുന്നതുകൊണ്ട് മലബന്ധം ഒരു പ്രധാന ലക്ഷണമാണ്. ഇനി അടുത്തത് ഹൈപ്പർ തൈറോയിഡിസം എന്താണെന്നാണ്. ഇതിന്റെ നേരെ വിപരീതമായ ഒരു അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്ക്. അതായത് ഹോർമോൺ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ ശരീരത്തിന്റെ സ്പീഡ് കൂടുകയാണ്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം ശരീരഭാരം കുറയുക. എത്ര നന്നായി തന്നെ ആഹാരം കഴിച്ചാലും വണ്ണം വെക്കില്ല, ഭാരം പെട്ടെന്ന് കുറഞ്ഞു പോകുന്നു. രണ്ടാമത്തെ ലക്ഷണം അമിതമായ ഹൃദയമിടിപ്പ്. ചുമ്മാതിരിക്കുമ്പോൾ പോലും നെഞ്ച് പടപടാന്ന് ഇടിക്കും. കാലുകൾക്ക് ചെറിയ വിറയൽ അനുഭവപ്പെടും. മൂന്നാമത്തെ ലക്ഷണം എന്താന്ന് വെച്ചാൽ ചൂടൊട്ടും താങ്ങാൻ സാധിക്കില്ല. എപ്പോഴും അമിതമായി വിയർക്കുക, ചെറിയ ചൂട് പോലും സഹിക്കാൻ പറ്റില്ല. നാലാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ മാനസിക അസ്വസ്ഥത. അനാവശ്യമായ പേടി, ഉത്കണ്ഠ, രാത്രി ഉറക്കം വരാതിരിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ചാണ്. തൈറോയിഡ് സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന്, അതായത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. പല സ്ത്രീകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണിവ. തൈറോയിഡ് ഹോർമോണുകൾക്ക് സ്ത്രീയുടെ ആർത്തവമായിട്ട്, അതായത് പീരിയഡ്സുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിൽ ആർത്തവം വരാൻ വല്ലാതെ വൈകുന്നു. വരുമ്പോഴാവട്ടെ കഠിനമായിട്ടുള്ള വയറുവേദനയും അമിത രക്തസ്രാവവും കാണാറുണ്ട്. എന്നാൽ ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരിൽ ബ്ലീഡിംഗ് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ മാസങ്ങളോളം ആർത്തവം വരാതിരിക്കുകയും ചെയ്യും. ഇത് അണ്ടോൽപാദനത്തെ ബാധിക്കുന്നത് കൊണ്ട്, അതായത് ഓവുലേഷനെ ബാധിക്കുന്നത് കൊണ്ട് പ്രത്യുൽപാദന ശേഷി കുറയുന്നു. അതായത് ഗർഭധാരണത്തിന് തടസ്സമുണ്ടാക്കാം. മെയിൻലി ഇൻഫെർട്ടിലിറ്റി ക്യാൻ കോസ്. കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാൻ താമസിക്കുന്നവരിൽ ആദ്യം ചെയ്യേണ്ടത് ഈ തൈറോയിഡ് ടെസ്റ്റ് ആണ്. ഇനി ഗർഭകാലത്തെ കാര്യമെടുത്താൽ ഗർഭത്തിന്റെ 3-4 മാസങ്ങളിൽ
കുഞ്ഞിന് സ്വന്തമായി തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടായിരിക്കുന്നതല്ല. പൂർണ്ണമായും അമ്മയുടെ തൈറോയ്ഡ് ഹോർമോണിനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഗർഭകാലത്തിൽ തൈറോയ്ഡിന്റെ വ്യതിയാനം വന്നിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിന്റെ ബുദ്ധിവികാസത്തെ വരെ ബാധിക്കാൻ സാധ്യതയാണ്. അല്ലെങ്കിൽ മിസ്കാരേജ്, ഗർഭചിത്രത്തിന് വരെ കാരണമാകുന്നു. അതുകൊണ്ട് ഗർഭിണികൾ കൃത്യമായ ഇടവേളകളിൽ തൈറോയ്ഡ് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ ഈ പ്രശ്നം ഇത്രയധികം വരുന്നത്? എന്താണ് ഇതിന്റെ പ്രധാന കാരണം? പ്രധാന കാരണം ഹാഷിമോട്ടോസ് തൈറോയിഡിറ്റിസ് എന്നൊരവസ്ഥയാണ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ വ്യവസ്ഥ വഴിതെറ്റി സ്വന്തം തൈറോയ്ഡ് ഗ്രന്ഥിയെ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥയാണിത്. ഇതുകൂടാതെ പാരമ്പര്യം, അമിതമായ മാനസിക സമ്മർദ്ദം, അതായത് സ്ട്രെസ്, ഭക്ഷണത്തിൽ അയോഡിന്റെ അളവിലുള്ള വ്യത്യാസങ്ങൾ ഇവയെല്ലാം കാരണമാണ്. വളരെ ലളിതമായിട്ടുള്ള ഒരു രക്തപരിശോധനയിലൂടെ ഇത് നമുക്ക് കണ്ടുപിടിക്കാം. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, TSH അല്ലെങ്കിൽ T3, T4 ഇവയെല്ലാമാണ് ടെസ്റ്റുകൾ. ഇതിൽ TSH നോക്കിയിട്ടാണ് ഡോക്ടർമാർ പ്രധാനമായും രോഗം നിശ്ചയിക്കുന്നത്. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ TSHന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരിൽ TSHന്റെ അളവ് വളരെ കുറവുമായിരിക്കും. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് ഡോക്ടർമാർ തൈറോയിഡിന്റെ ഗുളികകൾ നൽകാറുണ്ട്. ഇത് കഴിക്കുന്നതിൽ ചില പ്രധാന നിയമങ്ങളുണ്ട്. പലരും അത് തെറ്റിക്കാറുമുണ്ട്. ഈ ഗുളിക രാവിലെ വെറും വയറ്റിൽ തന്നെ കഴിക്കണം. കഴിച്ചു കഴിഞ്ഞ് 30 മുതൽ 45 മിനിറ്റ് വരെ ചായയോ കാപ്പിയോ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളോ കഴിക്കരുത്. എങ്കിൽ മാത്രമേ ഈ മരുന്ന് ശരീരത്തിൽ കൃത്യമായി പിടിക്കുകയുള്ളൂ. ചിലർ ചോദിക്കുവാറുണ്ട്, ഇത് ജീവിതകാലം മുഴുവൻ കഴിക്കണോ എന്ന്. ഈ ചെറിയ ഗുളികകൾ ചെയ്യുന്നത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹോർമോണുകൾ പുറത്തു നിന്നും നൽകുന്നതാണ്. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരിക്കലും ഈ മരുന്ന് നിർത്തരുത്. ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി എന്നിവയെല്ലാം പച്ചയ്ക്ക് കഴിക്കുന്നത് ഒഴിവാക്കുക. ഇതിലുള്ള ഗോയിട്രോജനുകൾ തൈറോയ്ഡ് പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നവയാണ്. എന്നാൽ ഇവ നന്നായി വേവിച്ച് ചെറിയ അളവിൽ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ദിവസവും 30 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് മെറ്റബോളിസം വർദ്ധിക്കുവാൻ സാധിക്കുന്നതാണ്. അവസാനമായി എനിക്ക് പറയുവാനുള്ളത്, തൈറോയ്ഡ് കണ്ട് ആരും പേടിക്കേണ്ടതില്ല. കൃത്യമായ മരുന്നിലൂടെയും നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളിലൂടെയും നമുക്കിത് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കണ്ട് പരിശോധിക്കേണ്ടതാണ്. ഡോക്ടർ ആവശ്യമായിട്ടുള്ള രക്തപരിശോധനയ്ക്ക് നിർദ്ദേശിക്കുന്നതാണ്. അപ്പോൾ സ്ത്രീകളിലുള്ള തൈറോയ്ഡ് പ്രശ്നത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. പോലുള്ള ആരോഗ്യ വിവരങ്ങൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.